ഗായ്സ്, ഇന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരിടത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. കടലിനോട് കുറേയേറെ പ്രത്യേക ബന്ധമുണ്ട് എനിക്ക്. മനസ്സിലൊരു ഭാരം തോന്നുമ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷമുണ്ടാകുമ്പോഴും ഞാൻ ഇങ്ങോട്ട് ഓടി വരാറുണ്ട്. ഈ തിരമാല കണ്ടിട്ടില്ലേ? അതിനൊക്കെ ഒരു പ്രത്യേക സംഗീതമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നാറില്ലേ? സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങൾ വരുമ്പോഴും അത് നമ്മളോട് തന്നെ ചേർന്നിരിക്കും പോലെ തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ സൺസെറ്റും കണ്ട് ഇങ്ങനെ ഈ തിരമാലകളും എണ്ണി ഈ വഴിയിലൂടെ നടന്നു പോകാൻ. ഈ തിരമാലകൾ എത്ര വട്ടം പുറകോട്ട് പോകുമെങ്കിലും എപ്പോഴും തിരികെ വരുന്നു. അതുപോലെ തന്നെയല്ലേ നമ്മളും? വീണാലും പുറകോട്ട് പോയാലും നമ്മൾ അത്രയും കരയിലേക്കാണ് തിരികെ എത്തുന്നത്. കര എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിലേക്കും ആയിരിക്കും അല്ലേ? നമ്മളുടെ സങ്കടവും സന്തോഷവും എല്ലാം ഒരുപോലെ നോക്കിക്കാണുന്ന ഒരാൾ നമുക്കും ഉണ്ടാവും. കടലിന് കരയെന്ന പോലെ ഇവിടെ നോക്കിയാൽ കാണാം എത്ര ആളുകൾ അവരുടെ സന്തോഷവും സങ്കടവുമാണ് കടലിൽ പങ്കിട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ചിലരുടെ മുഖത്ത് ഫുൾ ദുഃഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനഃശാന്തി നോക്കിയിട്ടായിരിക്കും എല്ലാവരും വന്നിരിക്കുകയെന്ന്. ചിലവർക്കാണെങ്കിൽ പിന്നെ ഫുൾ വൈബ് മോഡാണ്. കളിച്ചും ചിരിച്ചും ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന കുറേ ടീമുകൾ. പിന്നെ എന്നെപ്പോലെ ചില വട്ടുകേസുകൾ കടലിനെ തന്നെ നോക്കി കടലിനെ പ്രണയിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കടലും തിരമാലയും ഒക്കെ. ഇത് നമ്മുടെ സ്വന്തം കോവളമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും 12 കിലോമീറ്ററേ ഉള്ളൂ കോവളത്തോട്ട് മാത്രമല്ല, ശംഖുമുഖത്തും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും ഞാൻ ഏറെക്കുറെ പ്രിഫർ ചെയ്യാറ് കോവളം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ കുറച്ച് ബീച്ച് ഏരിയ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ വൃത്തിയും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ യദുവിനായാലും കളിക്കാനുള്ള സ്ഥലവും കുറച്ച് കൂടുതലാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒന്ന് വന്ന് ഇരിക്കാനായാലും കുറച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കോവളം ബീച്ച്. പക്ഷേ ശംഖുമുഖത്ത് എപ്പോഴും വണ്ടികളുടെ തിരക്കും അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ശംഖുമുഖത്തോട്ട് അധികം പോവാറില്ല. ഫുൾ ടൈം കോവളം തന്നെയാണ്. നമ്മൾ എല്ലാ മിക്ക സൺഡേസിലും നമ്മൾ കോവളത്തോട്ട് വരാറുണ്ട്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കായാലും മോനായാലും ചേട്ടനായാലും ഈ സീയും സൺസെറ്റും ഒക്കെ കാണാനും ഒരു വല്ലാത്തൊരു സുഖമാണ്. അത് കണ്ടിരിക്കുമ്പോൾ മനസ്സിലെ വേദനകളൊക്കെ മറന്നിരിക്കാൻ പറ്റും. ടെൻഷൻസും സ്ട്രെസ് ഫ്രീ ഒക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇന്ന് ഞാൻ നിന്നെ നോക്കുന്നു കടലേ, എൻ്റെ വേദനകൾ നീ കൊണ്ടുപോയെന്നും സന്തോഷങ്ങൾ തള്ളിപ്പറഞ്ഞതുപോലെ ഈ പ്രണയം നീ ഒറ്റവട്ടം പോലും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഞാൻ സ്വപ്നങ്ങൾ കാണുന്നത് പോലെ കടലും കാണുന്നു. ഒരിക്കലും തികയാത്ത ആഴമുള്ള ആ സ്വപ്നങ്ങൾ പക്ഷേ ഒരുപാട് വാഴ്ത്തലുകൾ നിറഞ്ഞവയാണ്. വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരും വരെ ഇറ്റ്സ് മീ ആരതിലാൽ സൈനിങ് ഓഫ്.